ശിവം എന്നാൽ എന്താണെന്നുള്ള അറിയാം അല്ലേ? ഈ തസ്മൈ ഗുരുജി എങ്ങനെ ഒറിജിനലാണെന്ന് ഒരു പുള്ളി ഒരു കാര്യമില്ലേ. ഈ സൂര്യൻ്റെ മുഖത്ത് നോക്കിയിരുന്നിട്ട് എന്ത് കിട്ടാനാണ്? സൂര്യനിൽ നിന്നല്ലേ ഈ പ്രപഞ്ചത്തിൽ സകല സാധനവും വരണത്. ബ്രഹ്മാർപ്പണം ചൊല്ലണം എന്തിനു വേണ്ടിയിട്ടാ? ബ്രഹ്മമുള്ളിടത്തെ ബ്രഹ്മ അർപ്പിക്കാൻ പറ്റുള്ളൂ ഇല്ലേ? അതും ബ്രഹ്മമാണ്, ഇതും ബ്രഹ്മമാണ്, ഞാനും ബ്രഹ്മമാണ്, ഒക്കെ ബ്രഹ്മമാണ്. നിങ്ങൾ ജീവിക്കുന്നതുകൊണ്ട് ഈ ഭൂമിക്ക് എന്താ ഗുണമുള്ളത്? സ്വയം ചിന്തിക്കുക. ഞാൻ പറയുകയാണ് നിങ്ങളോട്, മക്കളെ താഴെ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കൈ കഴുകി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പായസം തരാം. കൈ കഴുകാണ്ട് എന്നാൽ ചിലപ്പോൾ തരില്ലായിരിക്കും. അത് അതിൻ്റെ നിയമമാണ് അല്ലേ? ഈ മാനസിക രോഗം മാറ്റണോ? നമ്മൾ മെഡിറ്റേഷൻ ചെയ്തേ പറ്റുള്ളൂ. അതിന് ശവക്കറി ഉപേക്ഷിക്കണം. ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ എന്താ കിട്ടുന്നത് എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ശവക്കറി തൊട്ടുപോകരുതെന്ന് പറഞ്ഞത്. അബാക്കിൻ്റെ കമാൻഡോ ഫോഴ്സ്, അദ്ദേഹത്തിൻ്റെ രാവണന് 10 തലയാണെങ്കിൽ ഇവരം കണ്ട 10-22 തലയും കൈകളും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് ഇത്ര സ്മൂത്തായിട്ടൊക്കെ കാര്യങ്ങൾ പോണത്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കേരളത്തിലാണ് ജനിച്ചതും കേരളത്തിൽ. ഹിമാലയത്തിൽ 400 വർഷം തപസ് ചെയ്തു. 400 വർഷം ഹിമാലയത്തിലെ ഒരു ഗുഹയിൽ തപസ് ചെയ്തു. പ്രഭാകര സിദ്ധയോഗി പരമഹംസ. കേട്ടിട്ടുണ്ടോ എന്തോ ആരെങ്കിലും? കേട്ടിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള ഇത് നിങ്ങൾക്കും കഴിയും, എനിക്കും കഴിയും, ആർക്കും കഴിയും. 400 വർഷം ഇനിയിപ്പം എങ്ങനെ ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യുമെന്നൊന്നും അമ്മമാർ ചിന്തിക്കേണ്ട. വീട്ടിലിരുന്ന് ഭഗവതിയെ കുറിച്ച് നാമം ജപിച്ചാൽ മതി. ദീർഘപ്രഭാഷണത്തിന് ഇനി അവസരം ഉണ്ടാകും. അപ്പോൾ നമുക്ക് 2-3 മണിക്കൂർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാം. ഇവിടെ ചോദ്യങ്ങളും ഉത്തരങ്ങൾക്കും നിങ്ങൾ ഏതോ സന്യാസി, ഈ ആചാര്യന്മാരായിരിക്കുന്ന ഞങ്ങളെയൊക്കെ മറിച്ചിടും വിധത്തിലുള്ള ഏറ്റവും വലിയ ചോദ്യങ്ങളുമായിട്ടാണ് അമ്മമാരും സഹോദരങ്ങളും എത്തുന്നതെന്ന് രോഹിത് സാർ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴേ എനിക്കൊരു ചെറിയ പേടിയുണ്ടായി. കാരണം നമ്മൾ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഇല്ലാത്ത ചോദ്യങ്ങളാവാം. എന്തായാലും കുഴപ്പമില്ല. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ലോകമാതാവായ പരാശക്തിയുടെയും പ്രപഞ്ചപിതാവായ മഹാദേവൻ്റെയും അരുമ സന്താനങ്ങളാണ് നമ്മൾ. നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് നല്ലത് തന്നെ ചോദ്യങ്ങൾ വരട്ടെ. എല്ലാവർക്കും 33 കോടി ദേവതകളും 66,000 ഋഷീശ്വരന്മാരും പഞ്ചഭൂതങ്ങളും പഞ്ചപ്രാണങ്ങളും അഷ്ടദിക്പാലകരും അടങ്ങുന്ന പ്രപഞ്ചശക്തികളുടെ മഹാനുഗ്രഹത്തിന് നിങ്ങളെല്ലാം പാത്രീഭൂതരാകട്ടെ. അതിനെല്ലാ ശക്തികളും നിങ്ങളെ അറിഞ്ഞ് കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ കുടികൊള്ളുന്ന ദുർഗാംബികയുടെ പാതാരവിന്ദങ്ങൾ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സ്വാമിജി, സന്തോഷം. അതായത് സച്ചിദാനന്ദം എന്ന് പറയുന്നത് ഇന്നാണ് ശരിക്കും അതിൻ്റെ ഒരു എന്താണെന്ന് മനസ്സിലാവുന്നത്. ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ സ്വാമിജിയിൽ നിന്നും ഈ പറയുന്ന ചോദ്യോത്തര വേളയിൽ പ്രതീക്ഷിക്കുന്നു. അതിലുപരി പ്രഭാകാരാനന്ദ സ്വാമിജി, അദ്ദേഹത്തെപ്പറ്റി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം എവിടെയാണെന്നറിയില്ല. ഇന്ന് താങ്കൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ കാണാനൊരാഗ്രഹം. 17ാമത്തെ ജന്മം എന്ന് പറയുന്നത് ശരിക്കും ഒരു മഹാഭാഗ്യം പറയാം, നമുക്ക് പോയി കാണാൻ പറ്റുക എന്ന് പറയുന്നത്. സോ എന്തായാലും അദ്ദേഹത്തിന് ഈ സെഷൻ കഴിഞ്ഞിട്ട് സ്വാമിജിയിലേക്ക് പേഴ്സണലി വരാം. അടുത്ത് സച്ചിദാനന്ദ പൈ സാർ. മഹാഗുരുശരണം. ഇവിടെ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിതയായിരിക്കുന്ന പരാശക്തി സ്വരൂപമായ ശ്രീ ദുർഗാദേവിയെയും ഉപദേവതകളെയും മനസ്സാ നമസ്കരിച്ച് കേരളത്തിൻ്റെ അഭിമാനമായ ആദിശങ്കരാചാര്യരുടെ പരമ്പരയിലെ പുരി ആശ്രമത്തിലെ സന്യാസിവര്യനായ ശ്രീമദ് അദ്വൈതാനന്ദപുരി സ്വാമിജിയെ നമസ്കരിച്ച് പലവിധ ജന്മങ്ങളിലൂടെ മനുഷ്യ മനസ്സുകളെ ആത്മീയതയിലേക്ക്, സാത്വിക ജീവിതത്തിലേക്ക് നയിക്കുകയും ഈ ജന്മത്തിൽ ഈ ശരീരമെടുത്ത് തസ്മൈ ഗുരുജി എന്ന നാമധേയത്തിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന ആ പരമാത്മ സ്വരൂപത്തെ നമസ്കരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. അതോടൊപ്പം നമ്മുടെ അബാക്കിൻ്റെ നെടുന്തൂണായ ശ്രീ രോഹിത് സാറ്, അദ്ദേഹത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി, അതോടൊപ്പം അബാക്കിൻ്റെ കമാൻഡോ ഫോഴ്സ്, അദ്ദേഹത്തിൻ്റെ രാവണന് 10 തലയാണെങ്കിൽ ഇവരം കണ്ട 10-22 തലയും കൈകളും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് ഇത്ര സ്മൂത്തായിട്ടൊക്കെ കാര്യങ്ങൾ പോണത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കമാൻഡോ ഫോഴ്സ് ഉണ്ട്. അങ്ങനെയാണ് ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നത്. കാര്യം അവരുടെ പ്രവൃത്തി കണ്ടിട്ടുള്ളത് കൊണ്ട്. ആ കമാൻഡോ ഫോഴ്സിനും എൻ്റെ വിനീത നമസ്കാരം.
17-ാമത്തെ വയസ്സിൽ ദശാസന്ധി എന്ന് പറയുന്ന ജാതകദോഷത്തിൽ കുറേ പരിഹാര കർമ്മങ്ങൾ പറഞ്ഞു തന്ന ബ്രഹ്മശ്രീ കൃഷ്ണനെമ്പ്രാന്തിരി തിരുമേനി പറയുന്ന കാര്യങ്ങൾ എൻ്റെ യുക്തിക്കും ഞാൻ പഠിച്ച രീതിക്കും സ്വീകാര്യമല്ലാത്തത് കൊണ്ടും, എന്നാൽ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ പവർ, വിഷവൈദ്യൻ അല്ലെങ്കിൽ മാന്ത്രികൻ, താന്ത്രികൻ, പൂജാരി, അപ്പോൾ അദ്ദേഹത്തെ പെട്ടെന്ന് നമുക്ക് വിമർശിക്കാനും പറ്റുകയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുകൊണ്ട്, നിനക്ക് 50 വയസ്സാകുമ്പോൾ മനസ്സിലാകുന്നു. ഇപ്പം 50 വയസ്സായി, 57 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് 17 വയസ്സിൽ എൻ്റെ തലയിൽ കയറിയിരുന്നെങ്കിൽ എന്തുമാത്രം ജീവിതത്തിൽ മാറ്റമുണ്ടാകുമായിരുന്നു എന്ന് തോന്നുന്നു. ഈ 28 വർഷത്തെ ബാങ്കിങ് ജീവനത്തിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവർക്കെല്ലാം പേടി സ്വപ്നമാണ്, ശനി, രാഹു, കേതു, പിന്നെ വേണമെങ്കിൽ ചൊവ്വാദോഷം. ഇത്രയും അവരെന്ത് പാവം ചെയ്ത് സൗരയൂഥത്തിൽ അവരവരുടെ ഡ്യൂട്ടി ചെയ്യുകയാണ്. പക്ഷേ നമ്മൾ മനുഷ്യജന്മം എടുക്കുമ്പോൾ, പഞ്ചഭൂതാത്മകമായി ഈ ശരീരം എടുക്കുമ്പോൾ 12 രാശികളും 9 ഗ്രഹങ്ങളും അടങ്ങിയ ആ ഒരു ക്രയവിക്രയത്തിൽ നമ്മൾ അകപ്പെടും. അപ്പോൾ ഇത് ലളിതമായിട്ട് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാം? അതിൽ കുറേയധികം ക്ലാസ്സുകൾക്ക് പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും എനിക്കിപ്പോൾ സന്തോഷം എന്ന് പറഞ്ഞാൽ, ഞാൻ ക്ലാസ്സിലിരുന്ന റോജിൻ സാറാണ് എനിക്ക് പൂർണ്ണകുംഭം നൽകിയത്. എൻ്റെ അധ്യാപകൻ തന്നെ നൽകി, അതിന് നന്ദി. കാര്യം എന്താ വെച്ചാൽ ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറേയധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനത്തെ തസ്മേ ഗുരുജിയാകട്ടെ, അദ്വൈതാനന്ദ ഗുരു സ്വാമിയാകട്ടെ, അല്ലെങ്കിൽ ഇതുപോലത്തെ ആൾക്കാർ പറയുന്ന, അല്ലെങ്കിൽ മൈൻഡ് പവറിൻ്റെ ആൾക്കാർ പറയുന്നത്, ഹിപ്നോട്ടിസത്തിൻ്റെ ആൾക്കാർ പറയുന്നത്, അല്ലെങ്കിൽ സുജോക്കിൻ്റെ ആൾക്കാർ പറയുന്നത്, അല്ലെങ്കിൽ ക്രിയായോഗയുടെ ആൾക്കാർ പറയുന്നത്, ഞാൻ കുറേ ക്ലാസ്സുകൾക്ക് പോയിട്ടുണ്ട്. ഇവരൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഉൾക്കൊള്ളണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ കാര്യമായിരിക്കും ആവശ്യം. അപ്പോൾ ഇത് അവർക്ക് യുക്തമായത് എന്താണ്, അത് ഗൈഡൻസ് കൊടുക്കുക. ഒറ്റ കാര്യമാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്, ഗോഡ് ഈസ് ഗ്രേറ്റ്. ദൈവം എന്ന് പറയുന്ന ശക്തി നമ്മൾ വിചാരിക്കുന്നതിനും അപ്പോഴാണ്. പക്ഷേ നമ്മൾ കാണിക്കുന്ന അമ്പലത്തിന് മുമ്പിൽ ചെന്ന് കുറേ ഒരു ചില്ലറ ഉരുട്ടിയിട്ട് കണ്ണാരത്തിലിടുന്നതോ, കൈകൾ മുകളിലേട്ട് കൂപ്പി തൊഴുന്നതോ, അല്ലെങ്കിൽ കൊച്ചിനെ തോളത്തിരുത്തിയിട്ട് ദൈവമേ എന്ന് പറഞ്ഞ് തൊഴുന്നതോ അല്ല ദൈവത്തിലെത്തുന്നത്. അത് എങ്ങനെയാണ് എത്തുന്നത് ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ, ഞാൻ ഉൾക്കൊള്ളാത്ത പോലെ എനിക്ക് ബാക്കിയുള്ളവർക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാർമ്മികമാണ്. നമ്മൾ പ്രാരബ്ധം, സഞ്ചിതം, ആഗമികം, ഈ കർമ്മങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോണത്. ഇത് നമുക്ക് ഇന്ത്യക്കാർക്ക് അറിയില്ലെങ്കിലും വിദേശികൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഒരു കുംഭമേള, അടുത്ത കുംഭമേളയ്ക്കുള്ള ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് റൂമും ബുക്ക് ചെയ്തിട്ടിരിക്കണം. ഈ കാർമ്മികം എങ്ങനെ കുറയ്ക്കാമെന്ന് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിൽ സാന്ദർഭികമായിട്ട് പറയട്ടെ, എൻ്റെ യൂട്യൂബ് കണ്ടിട്ട്, ശരിക്കും ഞാൻ ഇതിൽ പ്രൊഫഷണലൊന്നുമല്ല. ഈ ബാങ്കിങ്ങിനെ കുറിച്ച് പറയണമെന്ന് വിചാരിച്ചു, അത് പെയ്ഡ് യൂട്യൂബ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിലരെ കോൺടാക്റ്റ് ചെയ്തു. ചിലരൊന്നും പറഞ്ഞില്ല. രോഗി സാറിനെയും കോൺടാക്റ്റ് ചെയ്തു, ചെയ്യാൻ പൈസ എന്ന് പറഞ്ഞ് ചെന്നു. അദ്ദേഹം പൈസയൊന്നും വാങ്ങിച്ചില്ല. ഞാൻ 10,000 റുപ്പീസ് വരെ കൊടുക്കാൻ തയ്യാറായിരുന്നു. കാര്യം ബാങ്കിൻ്റെ കാര്യം, കുറേ കാര്യം ആൾക്കാർ അറിയണമെന്നുള്ള, ജനങ്ങൾ അറിയണമെന്നുള്ളത് കൊണ്ട്. പക്ഷേ അദ്ദേഹം ഇതൊന്നും ഇല്ലാണ്ട് ചെയ്തു. പിന്നെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സമയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ നക്ഷത്രം അദ്ദേഹം പബ്ലിക്കലി പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ശനീശ്വരൻ്റെ അടുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫയല്. ഇപ്പോൾ ശനീശ്വരൻ മാറ്റി വെച്ചു. അപ്പോൾ അങ്ങനെ പറഞ്ഞു തുടങ്ങിയതാണ് അബാക്കിലെ ഒരു ആത്മീയ ഇത്. അത് എന്തൊക്കെയോ ഗുരുക്കന്മാർ പറഞ്ഞു തന്ന, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോവുകയാണ്. പക്ഷേ യാദൃച്ഛികമെന്നോണം ഈ അബാക് മീഡിയയുടെ യൂട്യൂബ് കണ്ടിട്ട് സിംഗപ്പൂരിൽ PhD ചെയ്ത ഒരു വ്യക്തി, അദ്ദേഹം ന്യൂറോ സയൻസിൽ 1999 PhD ചെയ്തിരിക്കുകയാണ്. ആ വ്യക്തിയുടെ ഇത് ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. തൽക്കാലം ഞാൻ പേര് പറയുന്നില്ല, പറയേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് കൂടുതൽ ആൾക്കാരോട് സംസാരിക്കില്ല. കാര്യം അദ്ദേഹം സംസാരിക്കുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അദ്ദേഹം ന്യൂറോ സയൻസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അദ്ദേഹം ആത്മീയതയിലേക്ക് പോകും. അപ്പോൾ എല്ലാവരും വിചാരിക്കും ന്യൂറോ സയൻസ് പറയുന്നവരെങ്ങനെ ആത്മീയതയിലേക്ക് പോകുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നമ്മുടെ ശരീരത്തിലെ മാനസിക ശാരീരികമായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസാണ്. ഈ ന്യൂറോൺസ്, അപ്പോൾ അവർ ന്യൂറോ സയൻസിൽ റിസർച്ച് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചോദിച്ച ചോദ്യം, ഭ്രാന്ത് എന്ന് പറഞ്ഞ അവസ്ഥ എന്താണെന്നുള്ളതാണ്. ഇതൊരാൾക്ക് ഭ്രാന്ത് എന്ന് പറയുന്നുണ്ടല്ലോ, ആ അവസ്ഥ എന്താണെന്നാണ് ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭ്രാന്ത് എന്നുള്ള അവസ്ഥ ശരിക്കും നമുക്ക് നിർവചിക്കാൻ പറ്റുകയില്ല.
ചിലപ്പോൾ അവർക്ക് ഓവർ തിങ്കിങ് ആണെന്ന് പറയാം, പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷേ അവധൂതന്മാരെ നമ്മൾ കണ്ടാലും അവരെയും ഈ പറയുന്ന അവസ്ഥയിലുള്ളവരെയും തിരിച്ചറിയാൻ കഴിയില്ല. അവർ വേറൊരു തലത്തിലായിരിക്കും. അപ്പോൾ ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ന്യൂറോൺസ് പ്രശ്നങ്ങളുണ്ടാകുകയും സ്വയം ഇത് റെക്ടിഫൈ ചെയ്യുകയും ചെയ്യുന്നു. സ്വയം അത് പുനരുജ്ജീവിക്കുക എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ ചെയ്യുന്നു, എങ്ങനെ ചെയ്യപ്പെടുന്നു എന്ന് ഇപ്പോഴും ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഒരു മരുന്ന് കണ്ടുപിടിച്ച് ഈ ന്യൂറോൺസിനെ ട്രീറ്റ് ചെയ്യുക, ആ അവസ്ഥയെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർ പറഞ്ഞ് ചിലപ്പോൾ ഇപ്പോൾ പല ആൾക്കാർക്കറിയാം, കുംഭമേളയിൽ ചെന്നിട്ട് ഗംഗയിൽ പൊങ്ങിയപ്പോൾ, അല്ലെങ്കിൽ അവിടുത്തെ തീർത്ഥസ്നാനം ചെയ്തപ്പോൾ, അല്ലെങ്കിൽ പ്രയാഗിൽ പോയപ്പോൾ, അല്ലെങ്കിൽ കേദാറിൽ പോയപ്പോൾ, ഏതും ആകട്ടെ, ചിലപ്പോൾ ക്ഷേത്രങ്ങളിൽ പോയപ്പോൾ, ചില സ്വാമിജിമാരുടെ അടുത്ത് ചിലപ്പോൾ ചിലർ ഒരു ഭസ്മം തൊട്ടപ്പോൾ അല്ലെങ്കിൽ തലയിൽ കൈവച്ചപ്പോഴൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഈ ന്യൂറോൺസിൽ ഈ എനർജി കണക്റ്റ് ആകുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ചിലരുടെ ക്യാൻസർ മാറുന്ന, ഇന്ന് രാവിലെ പരിചയപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന് എന്തുകൊണ്ടോ അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ തസ്മൈ ഗുരുജി പറഞ്ഞു ഞാനത് മാറ്റിത്തരാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. പറയുന്നത് അത് പറയില്ല. അദ്ദേഹം പറയണത് കേൾക്കണോ എന്തോ എന്നോട് പറഞ്ഞാൽ അങ്ങനെയാണ്, എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ടാൽ അദ്ദേഹത്തിന് മാറ്റിക്കൊടുക്കാൻ പറ്റില്ല, പക്ഷെ നമ്മളായിട്ട് തന്നെ മാറ്റണം, എന്തോ ആകട്ടെ. അപ്പോൾ ഇത് മാറുന്നത് ഈ ന്യൂറോൺസിലൂടെയാണ്. അപ്പോൾ ഈ ന്യൂറോൺസിന് മാറുന്ന ഒരു രീതിയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പണ്ട് കണ്ടുപിടിച്ചത്, ഈ തരംഗങ്ങൾ, ഫ്രീക്വൻസീസ്, മന്ത്രങ്ങൾ. അതോടൊപ്പം തന്നെ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അതിന് ആരോഹണ അവരോഹണ ക്രമങ്ങളുണ്ട്. അത് നോക്കിയിട്ട് വേണം ചൊല്ലാനായിട്ട്. ചിലർ വെറുതെയൊക്കെ മന്ത്രങ്ങൾ ചൊല്ലും, അത് ചൊല്ലിയിട്ട് കാര്യമില്ല. അതിൻ്റെ ഇപ്പോൾ സ്വാമിജി ഇപ്പോൾ മന്ത്രം ചൊല്ലിയത് കണ്ടില്ല, അതുപോലെ ചൊല്ലണമെങ്കിൽ കുറേ പ്രാക്ടീസ് വേണം. അതോടൊപ്പം തന്നെ ഒന്നുമില്ലെങ്കിൽ നാമാവലികൾ ചൊല്ലുക, അതോടൊപ്പം ഈശ്വരനിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. 2 ഈശ്വര രൂപമായ ഈ ഗുരുക്കന്മാരിൽ ഇവിടെ ഇരിക്കുന്ന ശ്രീ തസ്മൈ ഗുരുജിയാട്ടെ, അദ്വൈതാനന്ദപുരി സ്വാമിയാട്ടെ, എന്നെ അതിനകത്ത് കൂട്ടണ്ട കേട്ടോ, ഞാൻ സാധാരണ മനുഷ്യനാണ്. അപ്പോൾ അവരെയൊക്കെ ഇത് ചെയ്ത് അവർ ചെയ്യുന്ന തപശക്തിയുടെ ഇത് അവരുടെ കൂടെ നിൽക്കുമ്പോൾ ആ ഓറയിൽ നമുക്ക് റിഫ്ലക്റ്റ് ആവും. അത് നമ്മുടെ ന്യൂറോൺസിനെ സ്വാധീനിക്കും. നമ്മളിവിടെ നിന്ന് ഇപ്പോൾ സ്പിരിച്വൽ കവേഴ്സിൽ വളരെയധികം കോഴിക്കോട് നിന്ന് വരെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഈ ഇതിനകത്ത് ഇപ്പോൾ ഈ സ്വാമിജിമാരുടെ ഓറാസ്, ഈ മന്ത്രം ചൊല്ലുമ്പോഴൊക്കെ ആ ഓറാസ് ഇതിനകത്ത് വ്യാപിക്കുകയാണ്, ഈ കെട്ടിടത്തിനകത്ത് വ്യാപിക്കുകയാണ്. ഇവിടെ നിന്ന് വൈകിട്ട് പോയി കഴിയുമ്പോൾ എന്തൊക്കെയോ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഓറയിലും, പ്രത്യേകിച്ച് മനസ്സിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മളൊരു മനസ്സിൽ മാറ്റം വരുത്താനാണ്. വിശക്കുന്നുണ്ടോ? ഇപ്പോൾ വിശക്കുന്നില്ല, എനിക്ക് മനസ്സില്ല. നമുക്ക് അമ്പലത്തിൽ മനസ്സില്ല, അല്ലേ? അച്ഛൻ പറയണത് കേൾക്കണം, മനസ്സില്ല. സ്വാമി പറയണ കേൾക്കണം, മനസ്സില്ല. ഈ മനസ്സെന്ന് പറയുന്ന സാധനം എന്താണെന്നോ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. ഞാൻ റോജിൻ സാറിൻ്റെ ക്ലാസ്സിന് പോയപ്പോൾ ഞാൻ ചോദിച്ചു, മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രെയിൻ ഈസ് ഇൻ ആക്ഷൻ ഈസ് മൈൻഡ്, അങ്ങനെയാണെന്ന് പറഞ്ഞത്. ബ്രെയിൻ ഈസ് ഇൻ ആക്ഷൻ ഈസ് മൈൻഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ മനസ്സെന്ന് പറയുന്നത് ഈ ന്യൂറോൺസും ഒക്കെ ആയിട്ട് ബന്ധമുണ്ടാകാം. അപ്പോൾ ഈ ന്യൂറോൺസ് ഇവിടെ ഈ സ്പിരിച്വൽ ഹവേഴ്സിൽ വന്ന് ഇവിടുത്തെ ഈ ഗുരുക്കന്മാരുടെ സാന്നിധ്യം, പ്രഭാഷണം, ആരോഗ്യകരമായ ചോദ്യങ്ങൾ വന്നിട്ട് എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുണ്ടാകട്ടെ, ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ. എൻ്റെ മോട്ടോ ഹാപ്പി ഹെൽത്തി വെൽത്തി ലോങ് ലൈഫ് വിത്ത് ഫാമിലി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് കൊണ്ട് നിർത്തുന്നു, സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പൈസ സന്തോഷം. താങ്കൾ കഴിഞ്ഞ 2 പ്രോഗ്രാമിൽ വരുന്ന സമയത്തും താങ്കൾ പറയുന്നതാണ് താങ്കൾ ഒരു ഗുരുവല്ല, സാധാരണ മനുഷ്യനാണെന്ന്. പക്ഷെ അതങ്ങനെ തോന്നുന്നില്ല. അതെ അതെ പല പ്രാവശ്യവും നേരിട്ട് നമുക്ക് ഇൻ്റർവ്യൂ എടുക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പല പ്രാവശ്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പല വേദികളിലും താങ്കൾ ഡെലിവർ ചെയ്യുന്നത് ഒരാളെ കോപ്പിയല്ല, അത് താങ്കൾ ഒരു ഗുരുവാണെന്നുള്ളൊരു തിരിച്ചറിവ് വന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പ്രതിപ്പെട്ട ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള. അതെ അതെ, ഒരുപാടുണ്ട്. അതെ, എളിമയാണ്. സന്തോഷം. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളോ ചോദിക്കാം, അതിനുള്ള അവസരമാണ്. ചെറിയൊരു ബ്രീഫ് എന്തായാലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് തോന്നുന്ന ആധ്യാത്മിക തലങ്ങളിലുള്ള എന്ത് സംശയമാണെങ്കിലും ഓരോരുത്തർക്കായിട്ട് ചോദിക്കാം. ആദ്യം ആരാണ്? ആരുമില്ലേ? ഒരു മിസ്റ്റർ നവനീത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. നവനീത് ചോദിക്കുകയാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. നവനീത് അങ്ങോട്ട് വരാം. ചോദിച്ചോ. ഞാൻ എൻ്റെ അച്ഛനമ്മയും ഈ തസ്മൈ ഗുരു, അപ്പം അച്ഛനമ്മയും അദ്ദേഹത്തിൻ്റെ ക്ലാസ് എപ്പോഴും കേൾക്കാറുണ്ട്, ഞാനും കേൾക്കാറുണ്ട്, അച്ഛനമ്മയും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പോൾ
അതിൻ്റെ അകത്ത് ഞാൻ കേട്ടപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. എന്താണെന്ന് വെച്ചാൽ മാംസം അല്ലെങ്കിൽ അതുപോലുള്ള മീറ്റായിട്ടുള്ള ഫുഡ്സ് കഴിക്കാൻ പാടില്ല എന്ന്. പക്ഷേ ചില ന്യൂട്രീഷ്യൻസ് ഘടകങ്ങൾ പ്ലാന്റ് ഫുഡ്സിലില്ലാത്ത, അതായത് പച്ചക്കറികളിലില്ലാത്ത ന്യൂട്രീഷ്യൻസ് മാംസത്തിലാണ് ലഭിക്കുന്നത്. വിറ്റാമിൻ B12, വിറ്റാമിൻ D3 അതുപോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ മാംസം പൂർണ്ണമായിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അഭാവങ്ങൾ കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾ പിടിപ്പെടില്ല. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ തസ്മൈ ഗുരുജിയോടാണെന്ന് തോന്നുന്നു. അതെ. ഏറെ നമുക്ക് തന്നെയാന്ന് മനസ്സിലായി. കാലത്തെ ഭക്ഷണത്തെ തന്നെ തുടങ്ങാം അല്ലേ, വൈകുന്നേരം വരെ തീറ്റ. അതെ ഗുരുജി, കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തന്നെയായിരുന്നു, ഭക്ഷണത്തെ പറ്റിയായിരുന്നു നമ്മുടെ തുടക്കം. എല്ലാവർക്കും അതിലാണ് പ്രശ്നം. ഇപ്പം ഈ സ്വാമി വലിയ ശ്ലോകങ്ങൾ, എനിക്ക് സംസ്കൃതം അറിയില്ല, അതുകൊണ്ട് ഒരു ശ്ലോകം പോലും ചൊല്ലില്ല. അങ്ങനെ നിങ്ങൾ ആരും പ്രതീക്ഷിക്കുകയും വേണ്ട. അനേക ശ്ലോകങ്ങളൊക്കെ ചൊല്ലി കുറേ കാര്യം പറഞ്ഞു. ഇതിന് ഏറ്റവും സിമ്പിളായിട്ട് പറയാവുന്നത് ശിവം എന്നാൽ എന്താണെന്നുള്ള അറിയാം അല്ലേ. ഇവിടെ അവസാനം ഒരു ശ്ലോകമൊക്കെ ചൊല്ലിയാണ് നിർത്തിയത്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ബ്രഹ്മാർപ്പണമൊക്കെ ചൊല്ലുന്നത് കേട്ടിട്ടുണ്ടല്ലേ? അത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ഹലാല് കേട്ടിട്ടുണ്ടോ? ഹലാല് കേട്ടിട്ടുള്ളവരൊന്ന് കൈവയ്ക്കേ. എല്ലാവരും ഉണ്ട്, വെരി ഗുഡ്. എന്നാൽ ബ്രഹ്മാർപ്പണം കേട്ടിട്ടുള്ളവരൊന്ന് കൈവയ്ക്കേ. ദൈവമേ, സന്തോഷം. അപ്പോൾ ഈ ബ്രഹ്മാർപ്പണം ചൊല്ലണം എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രഹ്മമുള്ളിടത്തെ ബ്രഹ്മ അർപ്പിക്കാൻ പറ്റുള്ളൂ ഇല്ലേ? അതും ബ്രഹ്മമാണ്, ഇതും ബ്രഹ്മമാണ്, ഞാനും ബ്രഹ്മമാണ്, ഒക്കെ ബ്രഹ്മമാണ്. ചോദ്യകർത്താവിന് ഇത് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയില്ല. എങ്കിലും നമ്മൾ B12 ഒക്കെ മാറ്റി വെച്ചോ. നമ്മുടെ ഋഷി പരമ്പര നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചിരിക്കുന്നത്, ശിവമല്ലാത്തതെല്ലാം ശവമാണ്. ഇപ്പം ശവം കഴിക്കരുതെന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ശിവം നിലനിൽക്കാൻ എന്താണുള്ളത്? അതിനകത്ത് എന്തോ ഒരു എനർജി ഉണ്ട്. ആ എനർജി പോകുമ്പോൾ വള്ളി അങ്ങോട്ട് പോയി. അത് പോയാൽ പിന്നെ ശവമായിട്ട് മാറി. ആ ശവം നമുക്ക് കഴിക്കാൻ കൊള്ളില്ല. ഇനി പച്ചക്കറിയും മത്സ്യമാംസവും തമ്മിലുള്ളൊരു ചെറിയ വ്യത്യാസം പറഞ്ഞുതരാം. പച്ചക്കറികൾ നിങ്ങൾ എടുത്തോ, അതിൻ്റെ ജീവനെ നിങ്ങൾ ഹനിക്കണില്ല. അതിൻ്റെ ജീവനും ബോധവുമുള്ള വസ്തുവിനെയാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. ഒരു വെണ്ടയ്ക്ക എടുത്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കടിച്ചു പറിച്ച് തിന്നാം ഇല്ലേ? നിങ്ങൾക്ക് തൽക്കാലം വിശപ്പ് മാറ്റാലോ. ഒരു കോഴിയെ പിടിച്ച് പച്ചയ്ക്ക് നിങ്ങൾക്ക് ഓടിച്ചിട്ട് പിടിച്ച് തിന്നാമെങ്കിൽ തിന്ന്. നിങ്ങളുടെ കർമ്മഫലം അത്രയും കുറഞ്ഞിരിക്കും. അതിനെ പിടിച്ച് വേവിക്കാൻ പാടില്ല, അതിനെ മറ്റൊരാൾ പിടിച്ചു തരാൻ പാടില്ല. നിങ്ങളുടെ ഉപജീവനം, ശരീരം, പ്രാണൻ നിലനിൽക്കാൻ വേണ്ടിയിട്ട് വിശക്കുന്ന സമയത്ത് അത്യാവശ്യമാണ്. നിങ്ങൾ ഓടിച്ചിട്ട് പിടിച്ചിട്ട് കൊന്നു തിന്നോ. അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് പ്രപഞ്ചം തന്നോളൂ. കർമ്മഫലം ഇല്ല എന്നല്ല പറയണത്, ഉണ്ട്. പക്ഷെ ഇവിടെ അതല്ല ചെയ്യണത്. നമുക്ക് ഈ പ്രപഞ്ചത്തിലെ ഇത്രയും വസ്തുക്കൾ കഴിക്കാൻ കിടക്കുകയാണ്. ജീവനും ബോധമുള്ള അനേക സസ്യലതാദികൾ കഴിക്കാൻ കിടക്കുന്നു, ഫ്രൂട്ട്സ് കഴിക്കാൻ കിടക്കുന്നു, ഇതൊക്കെ ഉണ്ട്. എന്നിട്ട് ഒരു ജീവനുള്ള ജീവിയെ നമ്മളതിൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് നമ്മൾ എന്തിനാണ് കഴിക്കുന്നത്? നമ്മൾ വിറ്റാമിൻ B12 അതിലുണ്ടെന്നാണ് പറയണത്. നിങ്ങളുടെ വിറ്റാമിൻ B12 നിങ്ങളുടെ ശരീരത്തിലിരുന്നിട്ട് ഈ പ്രപഞ്ചത്തിൽ ആർക്കാ ഗുണമുള്ളത്? നിങ്ങൾ ജീവിക്കുന്നുണ്ട് ഈ ഭൂമിക്ക് എന്താ ഗുണമുള്ളത്? സ്വയം ചിന്തിക്കുക. അപ്പോൾ നമ്മളുടെ ജീവിതം കൊണ്ട് ഈ ഭൂമിക്ക് ഭാരമല്ലാണ്ട് യാതൊരു ഗുണവുമില്ല. മലമാലിന്യങ്ങൾ വിക്ഷേപിക്കുന്ന ഒരു യന്ത്രമാണത്. നമ്മൾ സംസാരമാവട്ടെ, നമ്മളുടെ ചിന്തയാവട്ടെ, നമ്മളുടെ ദർശനമാവട്ടെ, ഒന്നും ഭൂമിക്ക് ഭാരമല്ലാതെ ഒരു ഗുണവുമില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് സ്വാമി അനേക നല്ല കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. ജീവിതത്തിൽ ഒരാൾക്ക് പാലിക്കാൻ പറ്റുമോ? സാധ്യമല്ലാത്ത കാര്യമാണ്. അസാധ്യമായിട്ടുള്ളത് ഞാൻ പറയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ പാലിച്ച് ശീലിച്ച് ജീവിക്കുന്ന കാര്യം മാത്രമേ നിങ്ങളോട് പറയുള്ളൂ. എനിക്ക് വിറ്റാമിൻ B12 കുഴപ്പമില്ല, എനിക്ക് യാതൊരു ഡെഫിഷ്യൻസിയും എനിക്കില്ല. അനേക ഡോക്ടർമാർ നമ്മളുടെ കൂടെ നിന്ന് റിസർച്ച് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് സയൻറ്റിഫിക്കലി ലോകത്തിനെ ഒന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ജീവിയുടെ ജീവനെ ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക വസ്തുത കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കുന്നത് നല്ലതാണോ തെറ്റാണോ? തെറ്റാണെന്ന് തോന്നണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കാവോ ആ സഹോദരൻ? ചോദ്യം ഇല്ല, കൈ പൊക്കുന്നില്ല.
അത് തെറ്റാണെന്ന് തോന്നുന്നില്ല അല്ലേ? തോന്നുന്നുണ്ടല്ലേ? അതാണ് ഏറ്റവും വലിയ കാര്യം, ചെറുതല്ല. കാരണം ഇവിടെ എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള, മനുഷ്യൻ്റെ അല്പം അംഗബലമുണ്ട്. നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കണു. പശുക്കൾ ഇവിടെ എവിടെയെങ്കിലും സമ്മേളനം നടത്തണ്ടോ? കോഴികൾ എവിടെയെങ്കിലും പ്രഭാഷണം നടത്തണ്ടോ? പട്ടികൾ എവിടെയെങ്കിലും സ്കൂളിൽ പോകണ്ടോ? ഒന്നുമില്ല. അവരൊക്കെ അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിച്ച് ഇങ്ങനെ പോവാണ്. അവർക്ക് വേണ്ടത് അപ്പപ്പോൾ കൊത്തിപ്പറക്കി തിന്ന് അവർ സുഖമായിട്ട് എവിടെയെങ്കിലും ജീവിക്കുക. നമ്മൾക്ക് വിവേകമുണ്ടെന്നാണ് പറയണത്. നമുക്കറിവില്ലാത്തത് ചോദിച്ച് മനസ്സിലാക്കാം, നമുക്ക് കേട്ട് പഠിക്കാം, കണ്ട് മനസ്സിലാക്കാം. ഇങ്ങനെ അനേക ക്വാളിറ്റി ഉള്ളൊരു ജീവിയാണ് മനുഷ്യൻ എന്നാണ് പറയണത്. എന്നിട്ട് നമ്മളെപ്പോഴും പറയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന്. ഇതാണോ ശരിക്കും നമ്മൾ ചെയ്യണത്? അല്ല. മനുഷ്യ സമസ്ത സുഖിനോ ഭവന്തു. എൻ്റെ വയറ് നിറഞ്ഞാൽ മതി. ആശയങ്ങളൊക്കെ അവിടെ നല്ലതാണ്, പക്ഷേ എൻ്റെ ആമാശയത്തിൻ്റെ കാര്യമാണ് പ്രാധാന്യം. ആര് മരിച്ചാലും വേണ്ടില്ല, എനിക്ക് ജീവിക്കണം. ഇങ്ങനെ ജീവിക്കുന്ന ഒരു ഭൂമിയിൽ നമ്മളോട് ആർക്കാണ് ഒരു സ്നേഹം ഉണ്ടാവുന്നത്? പറ. ഉണ്ടാവില്ല. ഞാൻ വെറുതെ നിങ്ങളോട് പച്ചക്കറി കഴിക്കണം, മത്സ്യമാംസം കഴിക്കരുതെന്ന് പറഞ്ഞതല്ല. നിങ്ങൾ ശവം തിന്നുണ്ടോ, നിങ്ങൾ ഗതി കെട്ടവനായി പോയി. അപ്പം അടുത്തിരുന്ന സ്വാമി പറഞ്ഞു, എത്രയോ ജന്മത്തിന് ശേഷമാണ് ഒരു മനുഷ്യ ജന്മം കിട്ടണമെന്നില്ലേ? അമ്മയുടെ ഉള്ളിൽ കിടക്കണ പോലും നമുക്ക് ഓർമ്മിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും ശ്രേഷ്ഠമായ ജന്മം കിട്ടിയിട്ട് ആ ശ്രേഷ്ഠതയോടെ നമുക്ക് ഈ ഭൂമിയിൽ വന്ന്, ഞാനൊന്നും പഠിപ്പിക്കാൻ വന്നേക്കണമല്ല, ഞാൻ ഈ ഭൂമിയിൽ വന്ന് ഞാൻ തന്നെയാണ് പഠിച്ചത്. അനേക വർഷം തപസ് ചെയ്ത് കഷ്ടപ്പെട്ട് ബ്രഹ്മജ്ഞാനം നേടിയെടുത്തു. ഞാൻ പഠിച്ചു. എന്ത് പഠിച്ചു? ഇവിടെ ഇങ്ങനൊരു എനർജി ഉണ്ട് എന്ന് ഞാൻ പഠിച്ചു. ഇപ്പോൾ അതിന് ശേഷം ഓരോരുത്തരിൽ നിന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. സ്വാമിയിൽ നിന്ന് ഞാൻ പഠിക്കുകയാണ്, അപ്പുറത്ത് നിൽക്കണം ഇവരിൽ നിന്ന് ഞാൻ പഠിക്കുകയാണ്, ഇവരിൽ നിന്ന് ഞാൻ പഠിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിൽ നിന്ന് ഞാനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പഠിത്തം എന്ന് തീരണോ അന്ന് ഞാനിവിടുന്ന് സമാധിയായി പോകും. ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. എനിക്കറിയാവുന്നത് നിങ്ങൾക്ക് മുന്നേ നടന്ന വഴിയിൽ എനിക്ക് മനസ്സിലാക്കാനുള്ള ഭാഗ്യം കിട്ടി, ഞാനത് നിങ്ങൾക്ക് പകർന്നു തന്നെ. അത്രേ ഉള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തലയും ചൊറിഞ്ഞ് സ്ഥലം വിടാം. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ശവക്കറി കഴിക്കണോ മീൻകറി കഴിക്കണോ ഒക്കെ നിങ്ങളുടെ തീരുമാനം. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷേ ഞാൻ പറയുന്ന വഴിയിലൂടെ പോയാൽ നിങ്ങൾക്ക് ബ്രഹ്മം എന്താണെന്ന് അനുഭവിച്ചറിയാം. ഞാൻ പറയുകയാണ് നിങ്ങളോട്, മക്കളെ താഴെ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കൈ കഴുകി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പായസം തരാം. കൈ കഴുകാണ്ട് എന്നാൽ ചിലപ്പോൾ തരില്ലായിരിക്കും. അതതിൻ്റെ നിയമമാണ് അല്ലേ? ഒരു ശ്ലോകം ചൊല്ലിയിട്ടല്ല ഞാൻ പറഞ്ഞത്, വളരെ സിമ്പിളായിട്ടുള്ള നിയമമാണ്. വേണ്ട, ക്ഷേത്രത്തിനകത്താണ് പായസം ഇരിക്കുന്നത്. ചെരുപ്പൂരിയിട്ടകത്ത് എന്നാൽ നിങ്ങൾക്ക് പായസം തരുമെന്ന് പറയും. ഇല്ല, ഞാൻ ചെരുപ്പിട്ടേ പോകുള്ളൂ. എന്താ കുഴപ്പം? ചെരുപ്പിൻ്റെ ഉള്ളിനകത്ത് വിറ്റാമിൻ B12 ഉണ്ട്. എനിക്ക് ചെരുപ്പിട്ട് കയറിയിട്ട് ആ B12 നഷ്ടപ്പെടുത്താൻ പറ്റില്ല, എനിക്ക് പായസം വേണം. സാധ്യമാവില്ല. നിങ്ങൾക്ക് B12 വേണോ, നിങ്ങൾ കർമ്മഫലം അനുഭവിക്കാൻ പൊക്കോ. ഇനിയല്ല, മനുഷ്യനായിട്ട് ജീവിച്ച് മനുഷ്യൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ തലത്തിലെത്തണോ, B12 ഉപേക്ഷിക്കും. മോൻ ഇങ്ങോട്ട് വാ. മോന് പ്രപഞ്ചത്തിൽ നിന്ന് എന്തു വേണോ അതെല്ലാം ഈ സൂര്യനിൽ നിന്ന് കിട്ടും. അതിനത്ര വലിയ ജ്ഞാനമൊന്നും വേണ്ട. ഈ സൂര്യനകത്തു നിന്നാണ് ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങൾക്കും എനർജി നൽകുന്നതെന്നുള്ളതിന് ഒരു സംശയമില്ലല്ലോ. ഇരിക്കുന്ന ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇനി ആനയിലാണ് വിറ്റാമിൻ Z ഇരിക്കണേന്ന് പറഞ്ഞാൽ അതിനെ വരെ തിന്ന് തീർക്കാൻ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് ആനയെ തിന്നാത്ത. ഇത്രയും വലിയ തടി പിടിക്കണ ആനയ്ക്ക് വെറും പനമ്പട്ട തിന്നാൽ മതി, അതിനെങ്ങും ഒരു കുഴപ്പമില്ല. എൻ്റെ മക്കളെ, ഇത് ഇംഗ്ലീഷുകാരല്ലെങ്കിൽ വിദേശികൾ, ഈ സെമിറ്റിക് മതത്തിൻ്റെ ആൾക്കാർ നമ്മുടെ തലയിൽ വൃത്തികെട്ട വ്രണം കുത്തിവച്ച് നിങ്ങളുടെ ബുദ്ധിക്ക് ഭ്രമം ഉണ്ടാക്കി വെച്ചേക്കാം. മായയാണത്. കാരണം ഇത് കഴിച്ചാലേ നിങ്ങൾ രോഗികളാവുള്ളൂ. ഇത് കഴിച്ചാലേ നമുക്ക് പേഷ്യൻസിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഈ ഇരിക്കുന്നതിനകത്ത് ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന എത്ര പേരുണ്ടോ? ഒന്ന് കൈപൊക്കി. ആ കൈ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇതിനകത്ത് ഹോസ്പിറ്റലിൽ പോയി ഇടയ്ക്കിടയ്ക്ക് ആശുപത്രി പോണവരുണ്ടെങ്കിൽ ഒന്ന് കൈ താത്തിയേ. എന്താ കൈ താഴാത്ത? കണ്ടോ? ഈ നിങ്ങൾ ബാക്കിലിരിക്കുന്നവർക്ക് കാണാം ഇല്ലേ? ഇനി കൈ താത്തിക്കോ. ഇതെന്താ രോഗം ഇല്ലാണ്ടാവണത്? വിറ്റാമിൻ B12 ചിക്കനിലിരിക്കണു. മറ്റേ മീനിനകത്ത് എന്താ വിറ്റാമിൻ എന്താ ഇരിക്കണത്? എന്ത് വിറ്റാമിന്? ഒമേഗ. ഒമേഗ. പിന്നെ മദ്യത്തിനകത്തും വേറെ ഏതാണ്ട് വിറ്റാമിനൊക്കെ ഉണ്ട്. ഈ വൃത്തികെട്ട സാധനം മുഴുവൻ വായിലേക്ക്, ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കുത്തി നിറയ്ക്കാൻ നമുക്ക് ഇഷ്ടമാണ്. നമുക്ക് ഒരു ധർമ്മമില്ല. ഈ സ്വാമി ഇവിടെ നിന്ന് ചൊല്ലിയ ശ്ലോകത്തിനകത്ത് നല്ല ഒന്നാന്തര എണ്ണം പറഞ്ഞ സാധനങ്ങളിരിപ്പുണ്ട്. ഞാൻ അതിൻ്റെ സിമ്പിൾ വെർഷൻ പറയാം. ഈ ഇരിക്കുന്ന എല്ലാ സ്ത്രീകളിലും
നിങ്ങൾക്ക് അമ്മയോ നിങ്ങളുടെ പെങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിയോ കാണാൻ പറ്റിയാൽ, നിങ്ങളുടെ മകളോ സഹോദരിയോ അമ്മയെയോ കാണാൻ പറ്റിയാൽ നിങ്ങൾക്ക് ബുദ്ധിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി നേരെ മറിച്ച് ഇരിക്കുന്ന സ്ത്രീകളിലൊക്കെ നിങ്ങൾക്ക് ഒരേ വികാരമാണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനസിക രോഗിയാണ്. ഇതിനകത്ത് ഒരു ശ്ലോകവും ഇല്ല. ഇപ്പം തന്നെ നിങ്ങൾ തീരുമാനിച്ചോ, നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്തെങ്കിലും വികാരം തോന്നുന്നുണ്ടോയെന്ന്, അന്നാ വിചാരിച്ചോ നിങ്ങൾ മാനസിക രോഗിയാണ്. ഈ മാനസിക രോഗം മാറ്റണോ, നമ്മൾ മെഡിറ്റേഷൻ ചെയ്തേ പറ്റുള്ളൂ. അതിന് ശവക്കറി ഉപേക്ഷിക്കണം. ഇതാണ് ധർമ്മം എന്ന് പറയണത്. വെറുതെ നമ്മൾ വായിക്കൊള്ളാത്ത കാര്യം പറഞ്ഞ് സംസ്കൃതം ചൊല്ലിയത് മോശം എന്നല്ല പറഞ്ഞു. ഞാൻ പൂർണ്ണമായിട്ട് ഈ സ്വാമിജിയെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യാണ്. ഈ സംസ്കൃതം ചൊല്ലിക്കൊണ്ട് നടന്നിട്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞത്. സ്വാമിക്ക് അറിവുണ്ട്, സ്വാമി മനസ്സിലാക്കിയിട്ട് സ്വാമി ആ തലത്തിലിരിക്കുകയാണ്. എനിക്ക് ആ സംസ്കൃതം പഠിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത്. ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ എന്താ കിട്ടുന്നത് എന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ശവക്കറി തൊട്ടുപോകരുതെന്ന് പറഞ്ഞത്. അല്ലാതെ എനിക്ക് ശവക്കറിയോട് ഒരു വിരോധം ഉണ്ടായിട്ടല്ല. മോൻ്റെ ജീവിതകാലം മുഴുവൻ ശവക്കറി ഉപേക്ഷിച്ചിട്ട് മോൻ എന്തെങ്കിലും അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ഞാൻ ഉണ്ടാക്കിത്തരാം. പൈസാറ് പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും ഒരു വ്യക്തിയുടെ അടുത്തും പറയാറില്ല നിങ്ങളും വാ ഞാൻ അസുഖം മാറ്റിത്തരാമെന്ന്. നിങ്ങളുടെ അസുഖം എന്ന് പറയുന്നത് നിങ്ങളുടെ കർമ്മഫലമാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് അസുഖം വരണത്? നിങ്ങളുടെ കയ്യിലിരിപ്പ് ശരിയല്ല ചേട്ടാ. ഒരാൾക്ക് ക്യാൻസർ വരണ്ടെങ്കിൽ അത് കയ്യിലിരിപ്പ് ശരിയല്ല ചേട്ടാ. അന്ധനാണെങ്കിലും ബധിരനാണെങ്കിലും അത് അവൻ്റെ കയ്യിലിരിപ്പ് ശരിയല്ല ചേട്ടാ. നമുക്ക് ഈ ജന്മമേ അറിയില്ലാത്തേ ഉള്ളൂ ഇല്ലേ? ഈ ജന്മത്തിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ആരും പുണ്യാളന്മാരിൽ എല്ലാവരും തെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ശ്ലോകം ഉണ്ടല്ലോ, ഓരോ സ്ത്രീയിലും ഇല്ലേ, അത് കാണാതെ പഠിച്ചോ. ഇത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. എല്ലാവരിലും നമുക്ക് കാണാൻ പറ്റണം. സഹോദരിയും അമ്മയും അല്ലെങ്കിൽ ഈ പറയുന്ന മകളെയൊക്കെ കാണാൻ പറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ 6-ാം വയസ്സിൽ വല്ലവരും പറയണല്ലേ 6 വയസ്സുള്ള കൊച്ചിനെ 6 പ്രാവശ്യം കെട്ടണമെന്നോ ഇല്ലേ? 12 കെട്ടി 16 പിള്ളേരുണ്ടായി. ഈ അധർമ്മികളാണ് നമ്മളെ അധർമ്മം പഠിപ്പിച്ചു തന്നത്. അവരാണ് ഈ ശവക്കറി ഇവിടെ കൊണ്ടുവന്ന് വിളമ്പി തന്നത്. നമ്മുടെ സംസ്കാരത്തിൽ ശവക്കറി ഇല്ല. അതുണ്ടെന്ന് ആര് തർക്കിച്ചിട്ടും ഒരു കാര്യമില്ല. ശവക്കറി എന്ന് പറയുന്ന സമ്പ്രദായം ഭാരതീയ സംസ്കാരത്തിൽ ഉണ്ടായിരുന്നില്ല. ഒരു ജീവിയെ പോലും കൊല്ലാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആചരിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ അനുഭവിക്കുന്ന എൻ്റെ ഗുരു പറഞ്ഞേക്കുന്നത് ഒരു പീഡ ഒരു എറുമ്പിനും വരുത്തരുതെന്നാണ്. അപ്പോൾ അതിനകത്ത് കോഴിയെ കൊല്ലാനാണോ? അല്ല. ഒരു പുഷ്പം പോലും പറിച്ചു വെച്ച് നീ പൂജ ചെയ്യണ്ടെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അതിനർത്ഥം എന്താ? ഒരു ചെടിയെപ്പോലും നീ വേദനിപ്പിക്കണ്ട. എന്തിനാ വെറുതെ വേദനിപ്പിക്കണത്? അത് നീ നന്നായാൽ മതി. എങ്ങനെ? മനമലർ കൊയ്ത് മഹേഷ പൂജ ചെയ്താൽ മതി. നിൻ്റെ മനസ്സാകുന്ന മലരിൻ്റെ പുഷ്പം കൊണ്ട് നീ പൂജ ചെയ്യാൻ പഠിച്ചാൽ മതി. ഈ ഭൂമിയിൽ വേറൊരു വേലയും ചെയ്യണ്ട. ഞാനിവിടെ 2 പ്രാവശ്യം എൻ്റെ കയ്യിലേക്ക് മൈക്ക് തന്നു. ഞാൻ ഒരു മന്ത്രവും ചൊല്ലിയില്ല. ശരിയല്ലേ? ഞാൻ മന്ത്രത്തെ നിന്ദിക്കുകയല്ല. എനിക്കതിന് വളരെയധികം ബഹുമാനമുണ്ട്. ഇത്രയും നീളത്തിലുള്ള ശ്ലോകം ഞാൻ ചൊല്ലിയിട്ട് ഞാൻ അനേകം ഗുരുക്കന്മാരെ കാണാൻ വേണ്ടി അന്വേഷിച്ച് നടന്നു. ഒരു ഗുരുവിനെ പോലും എനിക്ക് കിട്ടിയില്ല. ഭാരതം മുഴുവൻ അന്വേഷിച്ചിട്ടാണ് കിട്ടാണ്ടിരുന്നത്. ഞാൻ എവിടെയോ അപ്പുറയോ ഇപ്പുറയോ, കൊല്ലം ജില്ലയിൽ മാത്രമൊന്നുമല്ല, ഇപ്പോൾ കൊല്ലം ജില്ലയിൽ പോയി കഴിഞ്ഞാൽ ഒരു 16 കള്ള ഗുരുക്കന്മാരെ എനിക്ക് വേണമെങ്കിൽ കിട്ടും. ദേ ഒരു ഗുരുവിൻ്റെ ആ പുസ്തകം എന്ത് ചെയ്യുക? പുസ്തകം ചെന്നേട്ടാ ഒരെണ്ണം. നിങ്ങൾ ഈ പുസ്തകം ഒന്ന് വായിക്കണം. ഇത് വായിച്ചിട്ട് നിങ്ങൾ കരഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വീട്ടുവേലയ്ക്ക് വരാം. എന്താ പറഞ്ഞേ? വീട്ടുവേലയ്ക്ക് വരാം. കാരണം എന്താണെന്നറിയോ? ഒരു മനുഷ്യൻ്റെ 38 വർഷത്തെ ആത്മീയ ജീവിതമാണ് ഇതിനകത്ത് രക്തം കൊണ്ടാണ് എഴുതിയേക്കണത്. ആത്മീയതയുടെ മാക്സിമം എത്ര വലിയ ചതി നടക്കാമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ ബുക്കിനകത്ത് മുഴുവൻ പറഞ്ഞേക്കുന്നത്. അതിനകത്ത് ഗുരുവിൻ്റെ പേരൊന്നുമില്ല. വായിക്കുന്ന ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാവും ആരാണെന്നുള്ളത്. ഈ കാണുന്ന ബുക്കില്ലേ, ഈ ബുക്ക് എഴുതിയ ആൾ എഴുത്തുകാരനൊന്നുമല്ല. ഇദ്ദേഹം ഒരു ഇരുമ്പ് പണിക്കാരനാണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബുക്കിൽ എഴുതിയേക്കണത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലമൊന്നും കൂടുതൽ അറിയില്ല. എൻ്റെ അടുത്ത് സംശയങ്ങൾ, അതായത് ഒരു കൂമ്പാര സംശയവുമായിട്ട് എന്നെ മുട്ടയിടിക്കാൻ വേണ്ടി വന്ന മനുഷ്യനാണ്. വരുന്നതിന് മുമ്പ് അദ്ദേഹം 2 വ്യക്തികളോട് പോയി ചോദിച്ചു, ഈ തസ്മേ ഗുരുജി എങ്ങനെ ഒറിജിനലാണെന്ന്. ഒരു പുള്ളി ഒരു കാര്യമില്ലേ, ഈ സൂര്യൻ്റെ മുഖത്ത് നോക്കിയിരുന്നിട്ട് എന്ത് കിട്ടാനാണ്?
സൂര്യനിൽ നിന്നല്ലേ ഈ പ്രപഞ്ചത്തിൽ സകല സാധനവും വരണത്.